പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങളുമായി ഒരു സുപ്രധാന ബൈബിൾ വചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം വ്യഭിചാരത്തെക്കുറിച്ചാണ്. വ്യഭിചാരം ചെയ്യുന്നത് മഹാഭാവമാണ്. അങ്ങനെ സദർശവാക്യം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നവൻ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവനോ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് വ്യഭിചാരം ചെയ്യരുത്, ഇതൊരു മഹാഭാവമാണ്. അങ്ങനെ പഴയ നിയമകാലത്ത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യഭിചാരം ചെയ്യുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും വ്യഭിചാരം ചെയ്യാതെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉത്തമം. വ്യഭിചാരം ചെയ്യുന്ന ഒരു മഹാപാപമായിട്ടാണ് പണ്ടും ഇപ്പോഴും നമ്മൾ കാണുന്നത്. ആ പാപത്തിൽ വരുന്ന വീഴാതെ നല്ല മാർഗത്തിൽ കൂടി ജീവിക്കാൻ നമ്മൾ കഴിവതും പഠിക്കണം. നല്ല മാർഗത്തിൽ കൂടി ജീവിക്കാതെ വ്യഭിചാരം ചെയ്യുക, പിടിച്ചുകൊള്ളുക, കൊലപാതകം, ഇങ്ങനെയുള്ള ദുഷ്ടമാർഗത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവകോപം നമ്മൾക്കുണ്ടാകും. പിന്നെ ആ മനുഷ്യൻ നശിച്ച് ഇല്ലാതാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാകുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാനിടുന്ന നല്ല ദൈവവചനങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.